30 ഇന്ന് വിനോദസഞ്ചാര ഭൂപടത്തിലെ ഇരുണ്ട ദിനം. 15 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസമാണ് തേക്കടി ബോട്ടപകടം നടന്ന ആ കറുത്ത ദിനം. 2009 സെപ്റ്റംബർ 30-നാണ് കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ബോട്ടപകടം ഉണ്ടാകുന്നത്. 2024 ആയെങ്കിലും മരണയാത്ര സമ്മാനിച്ച ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറാതെ പ്രിയപ്പെട്ടവരെ ഓർത്ത് മരവിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഇന്നുമുണ്ട്. പെരിയാർ വന്യജീവി സങ്കേതത്തിലെ തേക്കടി തടാകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയ 45 പേരുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞത്. അപകടം നടന്ന ദിവസം വൈകുന്നേരം അവസാനത്തെ ട്രിപ്പിനായി ഒരുങ്ങിയതാണ് KTDCയുടെ ജലകന്യക എന്ന ഡബിൾ ഡെക്കർ ബോട്ട്. വൈകുന്നേരം 4 മണി മുതൽ തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ തുടങ്ങിയിരുന്നു. കർണാടക, തമിഴ്നാട്, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു സഞ്ചാരികളിൽ കൂടുതലും. വളരെ കൗതുകത്തോടെയും സന്തോഷത്തോടെയും പോകാനൊരുങ്ങിയ യാത്ര. ജലകന്യകയിൽ ഉൾക്കൊള്ളാവുന്നത് 75ഓളം പേർ ആയിരുന്നിട്ടും അന്ന് 90-ലധികം പേർ ടിക്കറ്റ് എടുത്തു. പക്ഷെ ആരും അത് കാര്യമാക്കിയില്ല. അങ്ങനെ അത്രയും പേരെ വഹിച്ചുകൊണ്ടുള്ള യാത്ര തുടങ്ങിയെങ്കിലും 12 കിലോമീറ്റർ അപ്പുറത്തേക്ക് ആ യാത്ര നീണ്ടില്ല. തടാകത്തിന്റെ ഓരത്ത് ആനക്കൂട്ടത്തെ കണ്ട് ഒരു സൈഡിലേക്ക് സഞ്ചാരികൾ മാറിയതും യാത്രാ ബോട്ട് ഉലയാൻ തുടങ്ങി. ബോട്ടിന് ഒരു സൈഡിലേക്ക് ചരിവുണ്ടായി. മണക്കവല ഭാഗത്ത് എത്തിയപ്പോൾ ബോട്ട് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ തല കീഴായി മറിഞ്ഞു. വൈകിട്ട് 5:15-ഓടെയാണ് സംഭവം നടക്കുന്നത്. ബോട്ട് മറിഞ്ഞതിന് പിന്നാലെ വനം വകുപ്പിന്റെ ബോട്ട് അതുവഴി വന്നതോടെയാണ് ബോട്ടപകടം പുറം ലോകം അറിഞ്ഞത്. അവർ ഉടനെ തന്നെ ടൂറിസം പോലീസിനെ അറിയിച്ചതോടെ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി. പക്ഷേ അപ്പോഴേക്കും നിരവധി ജീവനുകൾ പൊലിഞ്ഞിരുന്നു. 7 കുട്ടികളും 17 സ്ത്രീകളും ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് 45 ജീവനുകളാണ്. മരണപ്പെട്ടവരിൽ കൂടുതലും തമിഴ്നാട് സ്വദേശികൾ. രക്ഷാപ്രവർത്തനത്തിന് പോകാൻ തേക്കടിയിൽ വേണ്ടത്ര സംവിധാനമില്ലാതിരുന്നത് ദുരന്തത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിച്ചു. അപകടം നടന്ന അല്പസമയത്തിനകം ഇരുട്ട് പരന്നതും മുങ്ങൽ വിദഗ്ധരുടെ അഭാവവും മറ്റൊരു തടസ്സമായി. മണിക്കൂറുകൾക്ക് ശേഷം ഇടുക്കി ജില്ലയിലെ അഗ്നിശമന സേനയോടൊപ്പം കൊച്ചിയിൽ നിന്നുള്ള നാവികസേനയുടെ 10 അംഗ മുങ്ങൽ സംഘവും തിരച്ചിലിനെത്തി. 55 അടിയോളം താഴ്ചയുള്ള വെള്ളത്തിൽ തലകീഴായി മറിഞ്ഞ ബോട്ടിനുള്ളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുക അസാധ്യമായിരുന്നു. 36 പേരെ അന്ന് തന്നെ തടാകത്തിന്റെ ആഴങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. നാട്ടുകാരും പോലീസ് സേനയും നേവിയും ഫയർഫോഴ്സും ഉൾപ്പെടെ നിരവധി രക്ഷാപ്രവർത്തകർ സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ തേക്കടിയുടെ ആഴങ്ങൾ 45 ജീവനുകൾ കവർന്നിരുന്നു. വിനോദസഞ്ചാരികളുടെ മനസ്സിൽ ഭയം വിതറിയ ദുരന്ത സ്ഥലമായി തേക്കടി മാറി. സഞ്ചാരികളെ നിയന്ത്രിക്കാൻ ബോട്ടിൽ ഗാർഡുകൾ ഉണ്ടായിരുന്നില്ല. സഞ്ചാരികൾ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ല. ഇതിനുമപ്പുറം ജലകന്യക എന്ന ബോട്ടിന്റെ നിർമ്മാണത്തിലുള്ള അപാകതയും ഗുരുതര പിഴവാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പക്ഷേ അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് കാരണം കേസിന്റെ വിചാരണ ഇനിയും എങ്ങും എത്തിയിട്ടില്ലെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തേക്കടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണോ ഇന്നും വിനോദസഞ്ചാര മേഖല പ്രവർത്തിക്കുന്നതെന്ന് സംശയമാണ്. കാരണം അപകടങ്ങൾ ആവർത്തിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് 2023 മെയ് 7-ാം തീയതി 22 പേരുടെ ജീവനെടുത്ത താനൂർ ബോട്ടപകടം. തേക്കടി ദുരന്തം ഇന്നും ഒരു ഓർമ്മപ്പെടുത്തലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ സന്തോഷ നിമിഷങ്ങൾ സങ്കടക്കടലായി മാറാതിരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. തേക്കടി ദുരന്തത്തിന്റെ നിത്യസ്മാരകമായി ഓർമ്മപ്പെടുത്തലായി ജലകന്യക ഇപ്പോഴും ആ തടാക തീരത്തുണ്ട്.